ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ കൊൽക്കത്തയും SRH തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ മുഴുവനായിട്ട് തരുന്നതായിരിക്കും. സോ വീഡിയോ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. മത്സരം 15ാമത്തെ മത്സരമാണ്. അതുപോലെ തന്നെ മത്സരം നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 3-ാം തീയതി കൃത്യം 7:30 ഏപ്രിൽ 3 ഏപ്രിൽ 3-ാം തീയതി കൃത്യം 7:30 ഓക്കെ. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഡിയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1864 ഇന്ത്യത്തെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റേഡിയത്തിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം. അതുപോലെ തന്നെ കപ്പാസിറ്റി അതൊക്കെ നമുക്ക് ഇതിനല്ലേ അതുപോലെ തന്നെ 1996 ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് സെമി ഫൈനൽ ഈ ഒരു ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക തമ്മിൽ നടന്ന മത്സരമാണ്. അതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ ഏകദേശം 1,10,000 പേര് പങ്കെടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് ചുമ്മാ ചെറിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തെ പറ്റി ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ഏകദേശം ബൗണ്ടറീസ് നീളമൊക്കെ പറയുകയാണെങ്കിൽ 66 to 68 മീറ്ററിലാണ് ഈ ഒരു ബൗണ്ടറിയുടെ നീളം വരുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ബൗണ്ടറിയാണ്. 76 to 78 ഒരു ആവറേജ് ബൗണ്ടറിയുടെ തന്നെയാണ്. അതുപോലെ തന്നെ പിച്ചിൻ്റെ ലെങ്ത്ത് 20 മീറ്ററാണ് കേട്ടോ. ഈ ഒരു പിച്ചിൽ ആവറേജ് സ്കോറായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് 163 റൺസാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ടീം 38 സെക്കൻഡ് ബാറ്റിംഗ് ടീം 56 സെക്കൻഡ് ബാറ്റിംഗ് ടീമാണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത്. IPL ഗ്രൗണ്ട് സ്റ്റാറ്റ്സ് ആണ്. അതായത് IPL നടന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏകദേശം 94 IPL മത്സരങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിൽ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 175 റൺസാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫസ്റ്റ് വിൻ ചെയ്ത് 39 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 55 കേട്ടോ. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗാണ് വിൻ ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മളിവിടെ നോക്കണം. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് 150 റൺസിന് മുകളിൽ 27 മത്സരങ്ങൾ, 150 to 169 ആ ഒരു റേഞ്ചിൽ 21 മത്സരങ്ങളും, 170 to 190 മത്സരങ്ങൾ ആ ഒരു റൺ സ്കോറിൽ ഏകദേശം 28 മത്സരങ്ങളും, 190 മുകളിൽ 18 മത്സരങ്ങളാണ് പോയിട്ടുള്ളത്. 94 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ ഫാസ്റ്റ് ബോളേഴ്സിന് 412 വിക്കറ്റ്സ് ആണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് 310, ഒരു 100 വിക്കറ്റ് കുറവാണ്. പക്ഷേ സ്പിന്നേഴ്സിന് ഇവിടെ വിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. സോ രണ്ട് കൂട്ടർക്ക് നല്ല ഈക്വൽ പ്രാധാന്യം കൊടുത്തൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പ്രോബബ്ലി പ്ലേയിങ് 11 പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് 11 എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ എൻ്റെ ഇന്ന് ലോഗൗട്ടായി. ഓക്കെ, ഇപ്പോൾ ലോഗിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഷോക്കാണ്. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏതെങ്കിലുമൊക്കെ വിൻ ചെയ്യുന്നുണ്ടോ ഐ തിങ്ക്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ ഞാനിവിടെ റാഷിദ് ഖാനെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും ഒരേ പോയിൻ്റാണ് നോക്കാം. ഇവിടെ ഭുവനേശ്വർ കുമാർ, ഇതൊക്കെ ഒരേ പോയിൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഡ്യുവോ പ്രോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് കാണിച്ചില്ല. അപ്പോൾ നമ്മളിവിടെ പിക്ക് ചെയ്തിരിക്കുന്നത് ശുഭാങ് ഗില്ലിനെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സായി സുദർശനാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ശുഭാങ് ഗില്ലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത്രയുള്ള 6 രൂപ കൊടുത്ത് 10 രൂപ കിട്ടി. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള ഈ ഒരു ആപ്ലിക്കേഷനുള്ളത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മത്സരമൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 5 പ്ലേയേഴ്സിന് ഒരാളെ പിക്ക് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടോ ഇതിലുള്ളത്. അതുപോലെ തന്നെ സ്പോർട്ട്സി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു സെയിം സംഭവം തന്നെയാണ്. 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ നമുക്ക് ജസ്റ്റ് അവരെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിന്നാവും. അത് അത്രയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ബാംഗ്ലൂർ ഗുജറാത്ത് മാച്ച് എടുത്തിട്ടുണ്ട്. അതിൽ പോപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നമുക്കിവിടെ പോപ്പിൻ്റെ വിന്നിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 12 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്നതിൽ നമുക്ക് ഏകദേശം 20 രൂപ സംതിങ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആണെങ്കിൽ വലിയ എമൗണ്ടും കളിക്കാം. അതായത് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് രീതിയിൽ കളിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രസിദ്ധ് കൃഷ്ണയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ വന്നിരിക്കുന്നത് ദേവുഡ് പടിക്കലിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ ഏകദേശം 8 പോയിന്റ് എടുത്തിട്ടുണ്ട്. ദേവുഡ് പടിക്കൽ 9 പോയിന്റ് എടുത്തുള്ള ഔട്ടായി പോയി. ഇനി എന്തായാലും ഞാൻ ഒരു മത്സരം ഞാനേ വിൻ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടില്ല. എത്രയേ ഉള്ളൂ, 91 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 155 രൂപ കിട്ടി. സോ അങ്ങനെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ റാഷിദ് ഖാനും സിരാജ് ഹെയ്സൽവുഡും ഉണ്ട്. സിരാജിനാണ് അത്യാവശ്യം നല്ല പോയിന്റ് വന്നിരിക്കുന്നത്.
റാഷിദ് ഖാൻ നല്ല പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞാൻ വിന്നാവും. ഇത്രയുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലെ ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലെ ആപ്ലിക്കേഷൻ കൂടെയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യണോ, അത് നിങ്ങൾ ജയിച്ച് കഴിഞ്ഞാൽ 40 രൂപ കിട്ടുന്ന പോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൈ മാസ്റ്ററിലോ നോക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ 1 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ഫ്രീ എൻട്രി, അതായത് ഏകദേശം 1 lakh rupees ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഫസ്റ്റ് വന്ന 20,000, സെക്കൻഡ് വന്ന 10,000, തേർഡ് വന്നു കഴിഞ്ഞാൽ 5,000 രൂപ, അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നു. 1 രൂപ കൂടെ കൊടുക്കാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ മൈ മാസ്റ്റർ 11 ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോക്കസ് 11 ആണെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. X11 ഓൾസോ ബെറ്റർ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഡ്രീം 11 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിഷൻ 11 ആയാലും എല്ലാ ആപ്ലിക്കേഷനിലും ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി കയറുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആപ്പുകാരായിട്ട് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ റീസോൾവ് ചെയ്ത് തരും. അതുപോലെ തന്നെ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. നമ്മുടെ RCB അല്ല, നമ്മുടെ പ്ലേയിങ് 11 നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കൊൽക്കത്തത്തെ പ്ലേയിങ് 11 നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഡീകോക്കാണ്. ഡീകോക്കിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു വെന്യൂവിലുള്ള സ്റ്റാറ്റ്സ് പറയും. 7 മത്സരം കളിച്ച് 69 റൺസ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 13 ഇന്നിങ്സ് കളിച്ച് 403 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് എങ്ങനെ പോയാലും 40 റൺസിൻ്റെ ആവറേജ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ സുനിൽ നാരായൺ ആണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 59 മത്സരങ്ങളും 603 വിക്കറ്റ്, അതുകൂടാതെ 71 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 25 മത്സരം കളിച്ച് 135 റൺസ് 14 വിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അജിൻകെ രഹാനെ ആണെങ്കിൽ 12 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 287 റൺസും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 20 മത്സരം കളിച്ച് 470 റൺസും എടുത്തിട്ടുള്ളത്. ഏകദേശം മിനിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-35 റൺസ് ആവറേജ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ അജിൻകെ രഹാനയുടെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ 14 മത്സരങ്ങളെ കളിച്ചിട്ടുള്ള 280 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 148 റൺസ് മാത്രം എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്കിഷ് രഘുവംശി പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് 4 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 70 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. SRH അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടില്ല. റിങ്കു സിംഗ് ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ 18 ഇന്നിങ്സ് കളിച്ച് 425 റൺസ് എടുത്തിട്ടുണ്ട്. നല്ല സ്കോറാണ് കേട്ടോ. ഏകദേശം മിനിമം ഒരു 30 റൺസോളം ആവറേജ്, 30ൻ്റെ മുകളിൽ ആവറേജ് വരും. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 162 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് ആവറേജ് 40 റൺസാണ്. നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ റിങ്കു സിംഗ് അഗെയിൻസ്റ്റ് SRH ആയിട്ട് ഈ ഒരു വെന്യൂവിലാണെങ്കിലും. അതുപോലെ തന്നെ റസൽ ആണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 41 ഇന്നിങ്സ് കളിച്ച് 960 റൺസ് 39 വിക്കറ്റും എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 18 ഇന്നിങ്സ് കളിച്ച് 305 റൺസും 23 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ വിക്കറ്റ് ടേക്ക് ചെയ്യുന്നുണ്ട് അഗെയിൻസ്റ്റ് SRH ആയിട്ട് നമ്മുടെ റസൽ. അതുപോലെ തന്നെ രമദീപ് സിംഗ് ആണ്. റീസെൻറ്റ് മത്സരം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. 6 ഇന്നിങ്സ് കളിച്ച് ഈ ഒരു ഗ്രൗണ്ടിൽ 89 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 49 റൺസ് 3 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്. സ്പെൻസർ ജോൺസൺ ആണെങ്കിലും ഒരു മത്സരം കളിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ, വിക്കറ്റ്സ് ഒന്നും എടുത്തില്ല. അഗെയിൻസ്റ്റ് SRH ആയിട്ട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അടുത്തായിട്ട് ഹർഷിത് റാണയാണ്. അദ്ദേഹം ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 12 ഇന്നിങ്സ് കളിച്ച് 15 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. വരുൺ ചക്രവർത്തി അദ്ദേഹം ആണെങ്കിൽ 16 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചില്ല. 22 വിക്കറ്റ്സും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം 11 ഇന്നിങ്സ് കളിച്ച് 11 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റെക്കോർഡ്സാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വൈഭവ് വാര ഈ ഒരു ഗ്രൗണ്ടിൽ 7 മത്സരം കളിച്ച് 7 വിക്കറ്റും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 4 മത്സരം കളിച്ച് 4 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. നോർട്ടേജോ, മനീഷ് പാണ്ഡെ, വൈഭവ് വാര, അങ്കുൽ റോയോ അല്ലെങ്കിൽ ലുവനീത് സിസോഡിയ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് വരുന്നത്. ദെൻ പോസിബിൾ 11 നമ്മുടെ SRHൽ നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡാണ്. 3 മത്സരമാണ് ഈ ഒരു അഗെയിൻസ്റ്റ് KKR ആയിട്ട് കളിച്ച് 75 റൺസാണ് ആവറേജ് സ്കോറുള്ളത്. അതുപോലെ തന്നെ അടുത്ത അഭിഷേക് ശർമ്മ 2 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ട് കളിച്ചുള്ളത്. 64 റൺസ് ആവറേജ് ഉള്ളൂ. അഗെയിൻസ്റ്റ് KKR ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ച് 132 റൺസിൻ്റെ എടുത്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ആണെങ്കിൽ 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 106 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 33 എബോ ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് KKR ആയിട്ട് 9 ഇന്നിങ്സ് കളിച്ച് 257 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് എങ്ങനെ പോലെ ഒരു 20-25 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. നിതീഷ് റെഡ്ഡി അഗെയിൻസ്റ്റ് KKR ആയിട്ട് 2 മത്സരം കളിച്ച് 22 റൺസ് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസിനെ പറ്റി പറയുന്ന സമയത്ത് 3 ഇന്നിങ്സ് കളിച്ച് 97 റൺസാണ് ഈ ഒരു വെന്യൂവിൽ എടുത്തത്. നല്ല റെക്കോർഡ്സാണ്. അഗെയിൻസ്റ്റ് KKR ആയിട്ടാണെങ്കിൽ 6 ഇന്നിങ്സ് കളിച്ച് 181 റൺസ് ഉണ്ട്. ആവറേജ് റൺസ് 45 നോട്ട് ചെയ്യണം പ്ലെയറിനെ. ദെൻ അൻകിത് വർമ്മ കളിച്ചിട്ടില്ല. അഭിനവ് മനോഹർ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 2 ഇന്നിങ്സാണ് അഗെയിൻസ്റ്റ് KKR ആയിട്ട് കളിച്ചത്. 16 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പാറ്റ് കുമ്മിൻസ് ആണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 4 മത്സരം കളിച്ച് 3 വിക്കറ്റും. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് KKR ആയിട്ട് 5 മത്സരം കളിച്ച് 57 റൺസും 5 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഹർഷൽ പട്ടേൽ ഈ ഒരു ഗ്രൗണ്ടിൽ 5 മത്സരം കളിച്ച് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് KKR ആയിട്ട് 13 ഇന്നിങ്സ്
കളിച്ചിട്ട് 14 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. മുഹമ്മദ് ഷമി അദ്ദേഹമാണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 4 മത്സരം കളിച്ച് 6 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് KKR ആയിട്ട് 14 ഇന്നിങ്സ് കളിച്ച് 16 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശേഷൻ അൻസാരി ലാസ്റ്റ് മത്സരം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. ആദം സാംബെ ആണെങ്കിൽ അഗെയിൻസ്റ്റ് KKR ആയിട്ട് ഒരു മത്സരം കളിച്ച് വിക്കറ്റ്സ് ഒന്നും എടുത്തില്ല. ഈ ഒരു വെന്യൂവിൽ വിക്കറ്റ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. കീ ടേക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ വെന്യൂ ചേസിങ് 55 മത്സരങ്ങളാണ് ചേസ് ചെയ്ത ടീം വിൻ ചെയ്തത്. ബാലൻസ്ഡ് ആണ്. പേസ് ബോളേഴ്സാണ് കൂടുതൽ വിക്കറ്റ് എടുക്കാതെ. സ്പിന്നേഴ്സിന് ചില സമയത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പവർ ഹിറ്റേഴ്സ് ആരൊക്കെയാണ് നോക്കിയാൽ റസൽ, അതുപോലെ തന്നെ ക്ലേസൻ, ഇഷാൻ കിഷൻ, ട്രാവിസ് ഹെഡ് ഇവരെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബൗളിങ്ങിൽ പേടിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, സുനിൽ നരേൻ, അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, ഇവർ 4 പേരാണ് ബിറ്റ്വീൻ എക്സ്പോസീവ് ബാറ്റിംഗ് ലൈനെ ബോളിംഗ് ആയിട്ട്, അതായത് നല്ല രീതിയിൽ ബാറ്റിംഗും ബോളിങ്ങുമായിട്ട് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ഒക്കെ പറയാം. കീ പ്ലെയേഴ്സായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി, മുഹമ്മദ് ഷമി, രഹാനെ, സുനിൽ നരേൻ. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട പ്ലെയേഴ്സ് റമദീപ് സിംഗും അഭിനവ് മനോഹറും. തീർച്ചയായിട്ടും കളിക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ കുബേര ഫാൻറ്റസിയിൽ ജസ്റ്റ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്സരം എടുക്കാം. കൊൽക്കത്ത വേഴ്സസ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരമാണ്. ജസ്റ്റ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ടീം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡി കൊക്ക്, അതുപോലെ ക്ലേസനെ 2 പേരെയും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷാൻ കിഷനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ട്രാവിസ് ഹെഡ്, രഘുവംശി, അതുപോലെ തന്നെ അജിൻക്യ രഹാനെ. രഘുവംശി നമുക്ക് പിന്നീട് എടുക്കാം. സുനിൽ നരേൻ, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, റസൽ, 4 പേരെയും തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബൗളിങ്ങിൽ നമുക്ക് 2 പേരെ എടുത്താൽ മതി. അത് ആരൊക്കെയാണ്? നമ്മുടെ ഹർഷൽ പട്ടേൽ നല്ലൊരു റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൊടുക്കേണ്ടതാണ് എടുത്തത്. നമ്മുടെ സുനിൽ നരേൻ ലാസ്റ്റ് പെർഫോമൻസ് കുറച്ച് ഷോക്കായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരം നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഞാൻ കിഷനെയാണ് കൊടുക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഇവർ 2 പേരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ഡി കൊക്ക്, ഇഷാൻ കിഷൻ, ക്ലേസൻ, അജിൻക്യ രഹാനെ, ട്രാവിസ് ഹെഡ്, ആൻഡ്രിയ റസൽ, സുനിൽ നരേൻ, അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷൽ പട്ടേൽ, വരുൺ ചക്രവർത്തി. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ക്യാപ്റ്റൻസി നരേനും വൈസ് ക്യാപ്റ്റനും ഇഷാൻ കിഷനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ഗീവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 0 rupees ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്ന് 500 രൂപ കിട്ടും. 1 രൂപ കൂടെ കൊടുക്കേണ്ടതാ ജോയിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 ടീമൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി കയറാൻ ശ്രമിക്കുക. കാരണം കുറേ നിങ്ങൾക്ക് റെഫറൽ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.